ഇനി തൃശൂർ പൂരം വിശേഷങ്ങളിലേക്കാണ്. പൂരം, പൊടിപൂരം. തൃശൂർ പൂരം ലഹരിയിലേക്ക് കടക്കുകയാണ്. രാത്രി 7 മണിക്കാണ് സാമ്പിൾ വെടിക്കെട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് അവിടെ നിന്നും സൂരജ് സജി റിപ്പോർട്ട് ചെയ്യുന്നു. സൂരജ് തത്സമയം ചേരുകയാണ് ഇപ്പോൾ. സൂരജ്, അപ്പോൾ പൂരലഹരിയിലേക്കാണ് ഇപ്പോൾ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ. കഴിഞ്ഞ വർഷം സംഭവിച്ചതൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ കളറാക്കാനാണ് ഓരോ പൂരം പ്രേമിയും ശ്രമിക്കുന്നത്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജിൻ, എല്ലാം മറന്ന് വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് പൂരപ്രേമികൾ എല്ലാവരും ഉള്ളത്. ഈ സാമ്പിൾ വെടിക്കെട്ട് എങ്ങനെ, അതായത് പ്രധാന വെടിക്കെട്ടിനേക്കാൾ മികവുറ്റതാക്കാം എന്നുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് തിരുവമ്പാടി ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കുന്ന ഭാഗത്താണ്. ഇവിടെ സംഘാടകരെല്ലാവരും തന്നെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. ഇവിടെ ഈ വെടിക്കെട്ടിന് നേതൃത്വം കൊടുക്കുന്ന ശശിയേട്ടനാണ്. ശശിയേട്ടാ, എന്തായി ഒരുക്കങ്ങൾ? ഒരുക്കങ്ങൾ കഴിയാറായി. ഇനി ജനങ്ങൾ ഇത് കാണാനായിട്ട് വേറെ അവിടെയുള്ള ആളുകൾ കൂടി തുടങ്ങി. നമുക്ക് സാമ്പിൾ വെടിക്കെട്ട്, ഞാൻ പറഞ്ഞില്ലേ, സാമ്പിൾ വെടിക്കെട്ട് ഈ അറേഞ്ച്മെന്റ്സ് കണ്ടറിയാം. ഇത് നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കളറും ശബ്ദവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. അത് നമുക്ക് വർണ്ണവും ശബ്ദവും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മാത്രം അറിയാൻ വേണ്ടി ഞാൻ രഹസ്യം ചോദിക്കാം. അതെന്താ നമ്മുടെ ഇത്തവണ വച്ചിട്ടുള്ള സസ്പെൻസ്? നമ്മൾ മാത്രമേ അറിയുള്ളൂ. സസ്പെൻസ് അങ്ങനെ നമ്മൾ പറയില്ല. എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു കോഡ് ഔട്ടിലാണ് സസ്പെൻസ് വെച്ചത്. ആ കോഡ് ഔട്ട് പൊട്ടി വിരിഞ്ഞാൽ അതിലൊരു സന്ദേശമുണ്ട്. അത് ജനങ്ങളല്ല, നാടിനാകെ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശം, സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു മാതൃകയുള്ള ഒരു സന്ദേശമാണ്. അത് നമ്മൾ നമ്മുടെ അമുട്ടിലൂടെ കാണും. അതോടൊപ്പം തന്നെ യുദ്ധമുഖത്ത് നിൽക്കുന്ന, അല്ലെ, തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ശക്തി വിളിച്ചു പോകുന്നൊരു ഷൂട്ട് ഔട്ട് നമ്മൾ ആകാശത്ത് നടത്തും. യാതൊരു സംശയവും വേണ്ട. ഇതിന്റെ അറേഞ്ച്മെന്റ്സ് കണ്ടറിയാം. ഇത് നമ്മൾ അവരുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മളാണ്. നമ്മളിത് എങ്ങനെ ഒരു അമുട്ട് പൊട്ടണം, ഒരു കുഴിമണിൽ എങ്ങനെ പൊട്ടണം, അതിന് ശബ്ദം എവിടെ വരണം, കളർ എവിടെ വരണം, അത് നമ്മുടെ കാൽക്കുലേഷൻ. അത് ഒരാഴ്ച ആയിട്ട് ഞാൻ അതിന്റെ പിന്നിൽ ഈ കുഴികുത്തൻ്റെ അതിന്റെ കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അത് വേണം. അതിന് ആകെ വെയിലൊക്കെ കൊണ്ട് കറുത്തുപോയി. ഇനി സന്തോഷിക്കാനുള്ള ആളുകളാണ്. അപ്പോൾ ഇനി ഈ ആളുകൾ ഇത് കണ്ട് ഇത് വെടിക്കെട്ടിൻ്റെ സമയം നമ്മൾ കറക്റ്റ് 7 മണിക്ക് പണി കഴിയുന്ന ഒരു വാശി ഉണ്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് വെടിക്കെട്ട് കത്തിക്കും. അതിൽ യാതൊരു സംശയം വേണ്ട. പ്രജൻ, എന്തായാലും സസ്പെൻസുകളുണ്ട്. അത് തിരുവമ്പാടിയുടെ സസ്പെൻസിന്റെ ഏകദേശം ഒരു രൂപം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന തരത്തിലൊരു ആകാശത്തൊരു സന്ദേശം വിരിയും എന്നുള്ളതാണ് തിരുവമ്പാടി പറയുന്നത്. ഓലപ്പടക്കം കെട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അവസാനവട്ട ഒരുക്കം എന്ന് പറയുന്നത്. അതായത് ഇവിടെ കമ്പം എല്ലാം കെട്ടിക്കഴിഞ്ഞു. അതിനുശേഷം അതിന് മുകളിലൂടെ ഓലപ്പടക്കം കെട്ടുന്നതാണ്. ഇത് കെട്ടി ഈ പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഇതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി കഴിയും. നിലവിൽ തിരുവമ്പാടിയുടെ ഭാഗത്തുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പാറമേക്കാവിലും ഇതേപോലെ തന്നെ സമാന്തരമായി തന്നെ അതിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. പെസോയുടെ ഉദ്യോഗസ്ഥരുണ്ട്, അതോടൊപ്പം തന്നെ പോലീസുണ്ട്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പ്രജിന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ പൂരത്തിന് കഴിഞ്ഞ തവണത്തെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടൽ. അതിനെ തുടർന്ന് ഈ വെടിക്കെട്ട് പുര അല്പം കൂടി ഫയർലൈൻ അല്പം കൂടി ക്ഷേത്രത്തിനകത്തേക്ക് വലിക്കുന്നു. അതിന്റെ ഭാഗമായി സ്വരാജ് റൗണ്ടിൽ നിന്ന് ഈ കൂടുതൽ ആളുകൾക്ക് പൂരം വെടിക്കെട്ട്. ശരി സൂരജ്, എന്തായാലും ഇനിയിപ്പോൾ 45 മിനിറ്റ് ഏതാണ്ടുണ്ട് ഈ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാൻ. അതിനായി കാത്തിരിക്കുകയാണ് പൂരപ്രതിനിധികൾ. എല്ലാവരും അക്ഷമരായി അവിടെ ഉണ്ട് ഇപ്പോഴെന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്.